ഹൈ ഫ്രണ്ട്സ്, ചിലരുടെ കയ്യില് പൈസ ഉണ്ടാവും, ഒരു ബിസിനസ് തുടങ്ങണ്ടേ എന്നുള്ള രീതിയിൽ ജിം തുടങ്ങും. എന്നാൽ ജിമ്മിനെ കുറിച്ചോ വർക്കൗട്ടിനെ കുറിച്ചോ ജിമ്മിൽ വരുന്ന ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ജിമ്മിലെ ട്രെയിനേഴ്സിനോട് എങ്ങനെ പെരുമാറണം, ഇതൊന്നും അറിയാത്ത കുറച്ച് മ്ലേച്ഛന്മാരുണ്ട്. ഇങ്ങനെയുള്ള വളരെ കുറച്ച് ആൾക്കാർക്ക് ഒരു ചിന്ത ഉണ്ടാവും, ഇവരാണ് എല്ലാം അറിയുന്ന ആൾക്കാർ. ഈ ട്രെയിനേഴ്സിനേക്കാളും അവിടെ വരുന്ന ക്ലയൻസിനേക്കാളും വലിയ ആൾക്കാരാവും വരും, എല്ലാത്തിനേലും വലിയ ആൾക്കാരാവും. ജിം ടൈമിൽ വരിക, എന്നിട്ട് ക്ലയൻസിന് അവർക്ക് തോന്നിയ പോലത്തെ ഒരു സ്റ്റൈൽ ഓഫ് വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഏറ്റവും മികച്ച വർക്കൗട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുക. എന്താ പറഞ്ഞിട്ടാണ് ആൾക്കാർക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റി കഴിഞ്ഞിട്ട് ആരാ ട്രെയിനറുടെ തലയിലല്ലേ വരിക? ഇങ്ങനെയുള്ള ഈഗോ ഫുണ്ടകളുടെ അടുത്ത് നല്ലവരായിട്ടുള്ള, അതായത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം ഒരു ട്രെയിനേഴ്സും പിടിച്ചിരിക്കില്ല. ഇനിയിപ്പ ഇങ്ങനെയുള്ള ഫുണ്ടകളുള്ള അപരാധങ്ങൾ സഹിക്കാൻ പറ്റാണ്ട് ആ ട്രെയിനർ വേറെ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി പോയി കഴിഞ്ഞാല് ക്ലയൻസിനോടും മറ്റുള്ള ആൾക്കാരോടും അവരെ കുറിച്ച് ഇല്ലാത്തതും അതുപോലെ കെട്ടിച്ചമച്ചതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്ന് മാക്സിമം വെറുപ്പിക്കാൻ നോക്കുക. നിങ്ങളൊന്നും ഒരിക്കലും ഒരു പ്രൊഫഷണൽ അല്ല, ഒരിക്കലും ഒരു പ്രൊഫഷണൽ ആവാനും പോണില്ല. ഇനി എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളൊന്നും ജിമ്മിൽ ഒരു ട്രെയിനറും കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യാൻ പോകുള്ളൂ. ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളെക്കാളും വലിയ ഫണ്ടായിരിക്കുള്ളൂ.